വി.ഡി. സതീശനുമായി പരസ്യപ്പോരിന് തയ്യാറെടുക്കുകയാണ് സമസ്തയും. നിലവിൽ NSSും SNDPയുമായി ഇടഞ്ഞു നിൽക്കുകയാണല്ലോ വി.ഡി. സതീശൻ. ലീഗിനുള്ളിലും അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സമുദായ സംഘടനകളുമായി എല്ലാം തന്നെ അകന്നു നിൽക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിനെതിരെ സമസ്തയും ഒടുവിൽ നിലപാടെടുക്കുകയാണ്. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വെട്ടിക്കുറച്ച വി.ഡി. സതീശൻ സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്തു നിൽക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണെന്ന് പത്രത്തിന്റെ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. വെറുമൊരു നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കി ഇതിനെ ലഘൂകരിക്കാനാവില്ലെന്നും മദ്യലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന ഇത്തരം നയങ്ങളുമായി മുന്നോട്ടു പോകുന്നത് അത്യന്തം നിർഭാഗ്യകരമാണെന്നും സമസ്തയുടെ മുഖപത്രം വ്യക്തമാക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ സുലഭമാക്കുന്നത് പുതിയ ഉപഭോക്താക്കളെ സൃഷ്ടിക്കുമെന്ന ഭയം അടിസ്ഥാനരഹിതമല്ലെന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മദ്യത്തിന്റെ വീര്യം കുറവാണെന്നത് അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇല്ലാതാക്കുന്നില്ല. മറിച്ച് സുരക്ഷിത മദ്യം എന്ന തെറ്റായ ധാരണ സൃഷ്ടിച്ച് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാനേ ഇത് ഉപകരിക്കൂ. ഇങ്ങനെയാണ് സുപ്രഭാതം വിലയിരുത്തുന്നത്. ഒരു പ്രമുഖ മദ്യ കമ്പനിയെ സഹായിക്കാനാണ് ഈ നികുതി പരിഷ്കരണമെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഫയൽ നീക്കം വേഗത്തിലായത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ടെന്നും ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും വലിയ ആയുധം സുതാര്യതയാണെന്നും പത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഈ നയത്തിനെതിരെ UDF മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വിയോജിപ്പുകൾ വാർത്തയിൽ എടുത്തു പറയേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശങ്ങൾ, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ഉയർത്തിയ ആശങ്കകൾ എന്നിങ്ങനെ. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ജനകീയ പരിപാടികളിലൂടെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ പാടുപെടുമ്പോഴാണ് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളെ പോലും ബോധ്യപ്പെടുത്താനാകാത്ത ഒരു നയം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ഇത് രാഷ്ട്രീയ വിവേകമല്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സർക്കാർ മറുഭാഗത്ത് മദ്യവിപണി വിപുലീകരിക്കുന്നത് കടുത്ത വൈരുദ്ധ്യമാണ്. മുൻപ് അധികാരത്തിലിരുന്ന LDF സർക്കാർ മദ്യലഭ്യത കുറയ്ക്കുമെന്ന് വാഗ്ദാനം നൽകി ബാറുകളും വെബ്കോ ഔട്ട്ലെറ്റുകളും വർദ്ധിപ്പിച്ചപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ ലഹരിയുടെ ലഭ്യത കുറയ്ക്കുമെന്നാണ് സമൂഹം പ്രതീക്ഷിച്ചത്. എന്നാൽ 2022-23 കാലത്ത് LDF സർക്കാർ കൊണ്ടുവന്നതും നികുതി നഷ്ടം ഭയന്ന് നടപ്പാക്കാതിരുന്നതുമായ ഇതേ വീര്യം കുറഞ്ഞ മദ്യനയം തന്നെയാണ് ഇപ്പോൾ UDF സർക്കാരും നടപ്പിലാക്കുന്നത്. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനേക്കാൾ ഖജനാവ് നിറയ്ക്കുന്നതിനാണ് ഭരണകൂടങ്ങൾ മുൻഗണന നൽകുന്നതെന്ന വിമർശനത്തോടെയാണ് സമസ്ത മുഖപത്രം നിലപാട് വ്യക്തമാക്കുന്നത്. വിവിധ മത സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന പ്രതിരോധം സർക്കാർ ഗൗരവത്തോടെ കാണണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്.